നമസ്തേ, എല്ലാവർക്കും അബാക്കസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹിന്ദിയാണ് നോക്കുന്നത്. ഹിന്ദിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ചാപ്റ്ററിൻ്റെ പേര് ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഈ പാഠഭാഗം ഒരു കവിതയെ ആസ്പദമാക്കിയിട്ട് ടിപ്പണി അല്ലെങ്കിൽ ടിപ്പണിയാണ് എഴുതിയിരിക്കുക, വ്യാഖ്യാനം എഴുതിയിരിക്കുകയാണ്. കവിത എഴുതിയിട്ടുള്ളത് ശ്രീ വിനോദ് കുമാർ ശുക്ല ആണ്. ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗം ഒരു കവിത, ആ കവിതയെ ആസ്പദമാക്കിക്കൊണ്ട് ശ്രീ നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം. അതായത് ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഈ പാഠത്തിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം നിരാശയോട് കൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ചാപ്റ്ററിന്റെ പേര് ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നാണ്. അതിന്റെ മീനിങ്, അർത്ഥം നിരാശയോട് കൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഈ കവിതയിൽ കുറഞ്ഞ വരികളിൽ പറയുന്ന കാര്യങ്ങൾ അതിനെ നരേഷ് സക്സേന വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയാണ്. അപ്പോൾ നമുക്ക് ആ കവിത നോക്കാം. ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശനായി ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹീം ജാൻതാ ഥാ. അയാളെ ഞാൻ അറിയില്ലായിരുന്നു. ഹതാശ കോ ജാൻതാ ഥാ. നിരാശയെ അറിയാമായിരുന്നു. ഇസ്ലിയെ മേം ഉസ് വ്യക്തി കെ പാസ് ഗയാ. അതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. മേനെ ഹാത്ത് ബഡായ. ഞാൻ കൈ നീട്ടി. മേരാ ഹാത്ത് പക്കഡ്കർ വഹ് ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. മുझे വഹ് നഹീ ജാൻതാ ഥാ. എന്നെ അയാൾ അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ ഥാ. എൻ്റെ കൈ നീട്ടൽ അറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു നടന്നു. ദോനോ എക് ദൂസരെ കോ നഹി ജാൻതേ ഥേ. രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇനി നമുക്ക് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ ഈ ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ള കവിത, ആ കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ല. അതിൻ്റെ ടിപ്പണി എഴുതിയിരിക്കുന്നത് നരേഷ് സക്സേന. അപ്പം നമുക്ക് പഠിക്കാനുള്ള ടിപ്പണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഈ കവിത, ഈ ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ടിപ്പണിയാണ് ആരെഴുതിയിട്ടുള്ളത്? നരേഷ് സക്സേന എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് മാറിപ്പോവരുത്. പ്രോക്തി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം, പ്രോക്തി ടിപ്പണിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പം ഞാൻ ഇതിലെ പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ചാപ്റ്റർ ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലത് എന്താ പറയുക, പോയിന്റ്സ് പറഞ്ഞുതരാം ഞാൻ. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ തനിമ നന്നായി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇദ്ദേഹം കവിതകൾ എഴുതാറുള്ളത്. അതുപോലെ തന്നെ കവിത के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वालों वाक्य സ്വയം ഹി അപ്ന മർമ്മ കഹ് ദേത്തെ ഹെ. അതുപോലെ തന്നെ അർത്ഥം വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ സാധിക്കും. വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യവും തന്നെ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിതയുടെ മർമ്മം എന്ന് പറയുന്നത് ലളിതമായ പദങ്ങളോട് കൂടിയ വാക്യങ്ങളായിരിക്കും. അപ്പോൾ അത്രയും എളുപ്പമുള്ള ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് എന്താണ് പറയുക, ബുദ്ധിമുട്ടുള്ള വാക്കുകളും തന്നെ ഉണ്ടാവില്ല. വിനോദ് കുമാർ ശുക്ല തൻ്റെ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നും തന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും ആയിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. व्यक्ति को मैं नहीं जानता था
हताशा को जानता था। कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है। यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. വ്യക്തിയെ എനിക്ക് അറിയില്ല, എന്നാൽ നിരാശയെ എനിക്ക് അറിയാം. നമ്മളുടെ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുക? ആ വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, അതും അല്ലെങ്കിൽ ജാതി, ഇവയൊക്കെ അറിയുന്നതാണ് നമ്മുടെ രീതി. പക്ഷെ നമ്മൾ ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത അല്ലെങ്കിൽ സങ്കടം അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഒന്നും തന്നെ അറിയില്ല എന്നാണ് കവി പറയുന്നത്. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? ഇപ്പോൾ റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അറിയില്ല പറഞ്ഞ് നമ്മൾ മാറി നിൽക്കോ? ഇല്ല. അവിടെ ആ വ്യക്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വാസ്തവമേ ഹം ജാനത്തെ ഹെ कि यह व्यक्ति मुसीबत है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. അപ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം ആ വ്യക്തി പ്രയാസത്തിലാണ്, അവരെ സഹായിക്കേണ്ടത് എന്താണ്? നമ്മുടെ ആവശ്യം ആണ്. പിന്നെ यह कविता मनुष्य को मनुष्य की तरह जानने की യാദ് ദിലാത്തി ഹെ. ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മളോട് ഈ കവിത പഠിപ്പിക്കുന്നു. ഈ കവിതയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനേ കി യാദ് ദിലാത്തി ഹെ. ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മളോട് ഈ കവിത പഠിപ്പിക്കുന്നു. कविता लगातार नहीं जानने और जानने का बयान करती जाती है. ഈ കവിതയിൽ അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞെന്താ? നെഹിൻ ജാനെ, എനിക്ക് അറിയില്ല, ഓർ ജാനെ, അറിയാം. ഈ കവിതയിൽ കൂടുതലായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയില്ല, അറിയാം എന്നുള്ളതാണ്. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थायी तरह बार बार लौटता है. എനിക്ക് അവരെ അറിയില്ലായിരുന്നു, കൈ പിടിക്കാൻ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു, കൂടെ നടക്കാൻ അറിയാമായിരുന്നു. ഇത് അറിയില്ല അല്ലെങ്കിൽ അറിയാം എന്ന് കവിതയിൽ എന്താണ്? കവിതയിൽ വീണ്ടും വീണ്ടും നമ്മുടെ കവി ഉപയോഗിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അറിയില്ല, അറിയാം. അതായത് ഇപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് എന്താണ്? അറിയില്ല, പക്ഷെ എന്താണ്? കൈ പിടിക്കാൻ എനിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ? പരസ്പരം അറിയില്ല, പക്ഷെ എന്താണ്? ഒന്നിച്ച് നടക്കാൻ, അതായത് ഒരുമിച്ച് കൂടെ നടക്കാൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഇദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത എന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സരൾ ശബ്ദവും വാലെ, അതായത് വളരെ ലളിതമായിട്ടുള്ള പദങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഒരു ഗസൽ കേട്ട് കഴിഞ്ഞാൽ ഗസലിന്റെ അവസാനത്തെ വരി വീണ്ടും ആവർത്തിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ
ആ ശ്രോതാക്കൾക്ക്, അതായത് ശ്രോതാക്കൾ എന്ന് കേൾക്കുന്ന ആൾക്ക്, ശ്രോതാക്കളുടെ നാവിൽ നിന്ന് ഒരു ഗസൽ കേട്ടാൽ ആ പദം ലാസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രോതാവിന് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സാത് സാത് ചലനെ കെ ബാദ് യദി കവിത പാഠ് രോക് ദിയ ജായേതോ. അതായത് സാത് സാത് ചലന എന്ന് പറഞ്ഞത് നമ്മൾ ആ പാഠം നിർത്തുകയാണെങ്കിൽ, സാത് സാത് ചലന എന്ന് പറഞ്ഞ് നമ്മൾ ആ പാഠം നിർത്തുകയാണെങ്കിൽ വാക്യ പൂര കർ ദേങ്കെ, കേൾക്കുന്ന ആൾക്ക് ആ വാക്യത്തെ പൂരിപ്പിക്കാൻ കഴിയും. കാരണം എന്താ? കഹെൻഗെ ജാൻതേദേ, അവർക്ക് അറിയാമായിരുന്നു എന്ന്. സാത് സാത് ചലന ജാൻതേദേ, കൂടെ നടക്കാൻ അറിയാമായിരുന്നു. യഹ് കവിത जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിതയിൽ നമ്മുടെ ചിന്താഗതിയിലുള്ള അറിയുക എന്നതിന് അപ്പുറം ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ അറിയുക എന്നത് ഈ കവിതയിലൂടെ വിനോദ് കുമാർ ശുക്ല പറഞ്ഞു തരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പഹലി ദോ പങ്ക്തിയോം മേം ही कवि अपनी पूरी बात कह देता है. അതായത് ആദ്യത്തെ 2 വരിയിൽ തന്നെ കവി ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പഹലി ദോ പങ്ക്തിയോ മേം ഹി കവി അപ്നി പൂരി ബാത് കഹ് ദേത്താ ഹെ. ആദ്യത്തെ 2 വരിയിൽ തന്നെ കവി ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശേഷ് പങ്ക്തിയാം ഉസി കഹെ ഗയെ കോ ഓർ സദൻ ഓർ ഗഹര കർത്തി ഹെ. പിന്നീട് അങ്ങോട്ട് എന്താണ്, പിന്നീടുള്ള വരികളിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പറയുന്നു. ഇനി പറയുന്നത് ഈ കവിതയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. കവിത കാ സന്ദേശ് ഹെ കി, കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത കാ അഹസാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, ജാൻകാരിയാം ജരൂരി നെഹിം ഹെ. സന്ദേശ് ഹെ കി ഈ കവിതയിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത കാ അഹസാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, ജാൻകാരിയാം ജരൂരി നെഹിം ഹെ. 2 മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യത്വത്തിന്റെ മാനവികതയാണ് വേണ്ടത്, അല്ലാതെ തിരിച്ചറിവുകളല്ല. നമ്മുടെ പുറമേയുള്ള അറിവുകളല്ല വേണ്ടത്. ഒരാളെ കുറിച്ചിട്ട് പുറമേയുള്ള അറിവുകളല്ല നമുക്ക് വേണ്ടത്. അദ്ദേഹത്തിന്റെ മാനസികമായ പ്രയാസങ്ങളെയാണ് നാം അറിയേണ്ടത്. അതിനെയാണ് എന്താണ് അറിയുക എന്ന് കവി പറയുന്നത്. കിന്തു യഹ് സന്ദേശ് കവിത മേം ഉപദേശ് കി തരഹ് നഹി ആത്ത. എന്നാൽ ഈ കവിതയിൽ ഒരു ഉപദേശം പോലെ അല്ല അദ്ദേഹം കൊടുത്തിട്ടുള്ളത്.